ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 7 മണിക്കാണ് ഞാനിന്ന് എണീറ്റത്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ താമസിച്ചാണ് കേട്ടോ എണീക്കുന്നത്. 7 മണി, ചിലപ്പോൾ 8 മണി, ആ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ എണീക്കാറുള്ളത്. അപ്പം കാലത്ത് തന്നെ എണീറ്റ് വന്ന് ഞാൻ തലേ ദിവസം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേവിക്കാനായിട്ട് വെച്ച്. അപ്പോൾ നമ്മൾ ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പാലപ്പോ ഗ്രീൻ പീസ് കറിയാണ്. എനിക്ക് ഗ്രീൻ പീസ് കറി പാലപ്പത്തിനൂടെ കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം സ്റ്റൂ കഴിക്കാനാണ്. പക്ഷെങ്കിൽ നമുക്ക് വെജിറ്റബിൾസൊക്കെ തീർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് സ്റ്റൂ വേണ്ട, ഗ്രീൻ പീസ് കറി ആക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയായിരുന്നു. പിന്നെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗ്രീൻ പീസ് കറി. മക്കൾക്കും ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ പീസ്, കടല, പയർ, പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൂടുതലും വെജിറ്റബിൾസിനോടാണ് താല്പര്യം. അപ്പോൾ ഗ്രീൻ പീസ് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് ഉപ്പിട്ട് ഞാൻ അടുപ്പത്ത് വേവിക്കാനായിട്ട് വെച്ചു. അതിനുശേഷം അപ്പത്തിൻ്റെ മാവ് നോക്കുക കേട്ടോ, ഭാഗ്യം പൊന്തി വന്നിട്ടുണ്ടായിരുന്നത് കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണല്ലേ നമുക്ക്. എനിക്ക് പലപ്പോഴും പറ്റാറുള്ളത് എന്താണെന്നറിയോ, ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ മാവ് കലക്കി വെച്ചാൽ, ഇഡ്ഡലി മാവോ അപ്പത്തിൻ്റെ മാവോ ഒക്കെ കലക്കി വെച്ചാൽ ഇത് പൊങ്ങി വരില്ല, അങ്ങനെ തന്നെ ഇരിക്കും. അയ്യോ, നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ അങ്ങനത്തെ അനുഭവം? എനിക്ക് ഒരുപാട് തവണ നമ്മൾ വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളെങ്കിൽ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ആരെങ്കിലും വരുന്ന സമയത്ത് ഈ സാധനം പൊങ്ങില്ല. എനിക്ക് പലപ്പോഴും പറ്റാറുള്ളൊരു അബദ്ധമാണ് കേട്ടോ അത്. എന്താ അതിൻ്റെ പിന്നിലത്തെ സീക്രട്ട് എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഇതുവരെ അത് പിടികിട്ടിട്ടില്ല. എന്തായാലും ഞാൻ അപ്പത്തിൻ്റെ മാവിനുള്ളിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിളക്കി. അപ്പോൾ അധികം അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നില്ല കേട്ടോ, 2-3 മാത്രം ചുട്ടെടുക്കുന്നുള്ളൂ. എന്താ വെച്ചാൽ അല്ലൂസ് എണീറ്റ് വരുമ്പോൾ അവൻ്റെ കഴിക്കാൻ വേണ്ടി മാത്രം. അമ്മൂസും എൻ്റെ മോളുമൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവർ താമസിച്ച് എണീക്കുള്ളൂ. 9 മണിയൊക്കെ ആകും അവർ എണീറ്റ് വരുമ്പോൾ. അപ്പം ഞാൻ അവർക്ക് ചൂടോടുകൂടി തന്നെ ആട്ടോ ഉണ്ടാക്കി കൊടുക്കുക. അപ്പവും ദോശയൊക്കെ ചൂടോടുകൂടി തന്നെ ഉണ്ടാക്കി കൊടുക്കും. അതാകുമ്പോൾ അവർ നന്നായിട്ട് കഴിക്കും. തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ ഒരു സോഫ്റ്റ്നെസ് പോകുമല്ലോ. എനിക്കും അത് ഇഷ്ടമില്ല അങ്ങനെ കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചൂടോടുകൂടിയാണ് അവർക്ക് അപ്പമായാലും ദോശയായാലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചായക്ക് പാൽ വെച്ചു. ആ സമയത്ത് കുക്കറിൻ്റെ വിസിലടിച്ചപ്പോൾ അതൊന്ന് സിമ്മിലിട്ടു. ഇവിടെ ഗ്രീൻ പീസൊക്കെ എല്ലാവർക്കും നന്നായിട്ട് വേവണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2 വിസിലടിച്ചപ്പോഴത്തേക്കും ഞാനത് സിമ്മിലിട്ടു. അതിനുശേഷം ചായ തിളപ്പിക്കാനായിട്ട് പാലടുപ്പത്ത് വയ്ക്കുകയാണ്. അപ്പോൾ എല്ലാ പണികളും ഒരുമിച്ച് നടന്നോളുമല്ലോ. ചായ തിളച്ചോളും, കറിയാകും, അപ്പമാകും. അപ്പോഴത്തേക്കും ഞാൻ നല്ല അപ്പത്തിന് തേ ഒഴിച്ചിട്ട് നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കുന്നു കേട്ടോ. എനിക്ക് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊന്നും ഈ അപ്പം ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. എനിക്കിങ്ങനെ ചുറ്റിക്കാൻ എനിക്കറിയില്ല. എൻ്റെ കൈ എന്ത് ചെയ്താൽ ഇങ്ങനെ ചുറ്റി വരില്ല. അപ്പം നമ്മുടെ വീട്ടിലിങ്ങനെ പാലപ്പം അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ചപ്പാത്തി, ഇഡ്ഡലി, ദോശ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം, ചേട്ടൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം അമ്മച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നത്, പഠിപ്പിച്ചു തന്നത് എങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുന്നത്, അതിൻ്റെ മാവ് എങ്ങനെ അരച്ചെടുക്കുന്നതെന്നൊക്കെ. പിന്നെ അമ്മച്ചി ചോറ് കൂട്ടിയാട്ടോ ഇത് അരയ്ക്കുക. ഞാൻ ചോറ് കൂട്ടില്ല, ഞാൻ കപ്പി കാച്ചിയെടുക്കും. ഞാൻ ചോറ് കൂട്ടി അരച്ചിട്ട് എനിക്ക് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അപ്പം എന്താ അതിൻ്റെ ചോറിൻ്റെ അളവ് മാറുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ കപ്പി കാച്ചിയാട്ടോ എടുക്കുക. അതിന് ശേഷം ഞാൻ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നാക്കാനായിട്ട് വെച്ചു. അപ്പമായിട്ടോ 3 അപ്പം ഉണ്ടാക്കി മാറ്റി വെച്ചു. പിന്നെന്താ, ചായ തിളച്ചോണ്ടിരിക്കുന്നു, ഗ്രീൻ പീസ് കഴിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇത് 3 അരിഞ്ഞ് മാറ്റി വയ്ക്കുകയാണ്. പച്ചമുളക് ഞാൻ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇട്ടില്ല, എൻ്റെ ഈ പച്ചമുളക് ഉണ്ടായില്ല. ഈ സമയത്താട്ടോ അല്ലൂസൻ അവിടെ എണീറ്റത്. എണീറ്റ് കഴിഞ്ഞുകൊണ്ട് ഞാൻ തന്നെ വേണം കേട്ടോ ആദ്യം ചെല്ലാനായിട്ട്, അല്ലെങ്കിൽ അവനൊന്ന് ചെറിയ ചിണുക്കായിരിക്കും. ഞാൻ ചെന്നു, അവനെടുത്തുകൊണ്ട് വരിക കേട്ടോ. അവർ കണ്ടേരും. എൻ്റെ മോള് താഴെ കിടന്നുകൊണ്ട് ഉറങ്ങുന്നുണ്ട്. അമ്മൂസ് ഇതാ മേലെയാണ് കിടക്കണത്. കട്ടിലിൻ്റെ മേലെ കിടന്ന് ഇറങ്ങുന്നുണ്ട് അമ്മൂസ്. അല്ലൂസിന് ഞാൻ ചെന്നപ്പോഴത്തേക്കും സന്തോഷമായി. പിന്നെ അവൻ ക്യാമറ കൊണ്ടുകൊണ്ടാട്ടോ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ഞാൻ ഉമ്മ ചോദിച്ചിട്ട് അവൻ തരണില്ല, അവൻ ക്യാമറയിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പ എന്തായി ചെയ്യണം, അപ്പം ചേട്ടനാട്ടോ വീഡിയോ പിടിക്കണത്. അപ്പം അപ്പയെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മുഖമൊക്കെ കഴിച്ചു. ബ്രഷ് ഇപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞ് ചെയ്യുന്നുള്ളൂ. മുഖമൊക്കെ കഴിച്ചിട്ട് അവന് വെള്ളം കുടിക്കാനായിട്ട് പോവാണ്. കാലത്ത് എണീറ്റ് വരുമ്പോൾ തന്നെ അവന് കുറച്ച് വെള്ളം കൊടുക്കും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ അവിടെ വന്നിട്ടും അപ്പത്തിൻ്റെയും ഇതിൻ്റെ മണം നോക്കുക കേട്ടോ. ഇങ്ങനെ എന്താണെന്ന് നോക്കുക. അവനിങ്ങനെ കയ്യിൽ തന്നെ പിടിച്ച് കുടിക്കണം. നമ്മൾ പിടിക്കുന്നത് അവന് ഇഷ്ടമില്ല, അവന് തന്നെ പിടിക്കണം. ഇങ്ങനെ തന്നെ വെള്ളമൊക്കെ കുടിച്ചു അവൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ
ചെന്ന് ഫീഡ് ചെയ്തിട്ട് അവനെ ചേട്ടൻ്റെ കൈ കൊണ്ട് കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് സമയം ചേട്ടൻ്റെ കൂടെ ഇരുന്ന് കളിച്ചോളും. അല്ലെങ്കിൽ അവൻ അടുക്കളയിൽ വന്ന് നിന്ന് എന്തെങ്കിലും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് വന്നിട്ടോ കുറേ തവണ ഇങ്ങനെ ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീണ്ടും 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 അവനിങ്ങനെ വരുന്നുണ്ടായി. അതിനുശേഷം ഞാൻ വന്നിട്ട് വീണ്ടും വന്നപ്പോഴത്തേന് ചായ തിളച്ചിട്ടുണ്ടായി. പിന്നെ ചായയൊക്കെ അരിച്ചു വെച്ചു. നിങ്ങളെങ്ങനെ ചായ നന്നായിട്ട് ഇങ്ങനെ ആറ്റിയെടുക്കാറുണ്ടോ? ഇവിടെ നന്നായിട്ട് ആറ്റിയെടുത്തില്ലെങ്കിൽ ചേട്ടന് ഇഷ്ടമില്ല കേട്ടോ, എനിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ചായ ആറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ അടിച്ച് പൊന്തി വരുമ്പോഴത്തേനും അതിൻ്റെ പതയില്ലേ, ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അന്നമ്മക്ക് രണ്ടാമത്തെ ആൾക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പത മാത്രം അവൾ കോരി കുടിക്കും. ചെറുപ്പത്തിൽ ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഏകദേശം. അതിന് ശേഷം ഞാൻ കറിക്കുള്ളതൊക്കെ അരിഞ്ഞു വെച്ചു. ഞാൻ പിന്നെ അരിയുമ്പോൾ അധികം ചോപ്പിംഗ് ബോർഡ് അധികം ഉപയോഗിക്കാറില്ല കേട്ടോ. എനിക്കെന്തോ സ്പീഡ് കിട്ടിയില്ല അതിലരിയുമ്പോഴേക്കൊക്കെ. ഞാൻ കൈകൊണ്ട് തന്നെയാണ്, കയ്യിൽ വെച്ചിട്ട് തന്നെ. വിരലറ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതൊരു 3-4 ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ മേടിച്ചിട്ട് വന്ന. ഇവിടെ വെച്ച് എൻ്റെ മോള് കളിച്ച് അത് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു. അത് കുറച്ച് 5-6 ഞാൻ മേടിച്ചിട്ട് വന്നത്. അവൾ ബലൂണാന്ന് പറഞ്ഞത് എടുത്തുകൊണ്ട് പോകുന്നുണ്ടായി. പിന്നെ അത് നോക്കിയിട്ട് കാണില്ല, താഴെ എവിടെയോ കളഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. പിന്നെ അത് കിട്ടിയില്ല, കണ്ടില്ല. അതിനിടയ്ക്ക് അല്ലൂസ് വീണ്ടും കൂടി വന്നു. വീണ്ടും ഞാൻ അപ്പഴേ കൊണ്ട് കൊടുത്തു. അവിടെ ഇരിക്കുന്നുണ്ടാവും. അതിനുശേഷം ഞാൻ സിമ്പിളായിട്ടുള്ള കറി കേട്ടോ, എളുപ്പമാണ് ഗ്രീൻ പീസ് കറി ഇങ്ങനെ വയ്ക്കാനായിട്ട്. ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക. അതിനുശേഷം ആദ്യം തന്നെ ഞാൻ കുറച്ച് കടുക് പൊട്ടിച്ചു. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളി കേട്ടോ ഞാൻ ഇടുന്നത്. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കറിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടനാട്ടോ ഈ ട്രിക്ക് പറഞ്ഞു തന്നത്. ആദ്യം സവോള വഴറ്റാണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടോളൂ എന്ന്. ചേട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്യും. നോൺ വെജൊക്കെ ചേട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ സവോള ഇട്ടു, ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു. പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇടാം കേട്ടോ. എൻ്റെ ഈ പച്ചമുളക് ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇടാഞ്ഞത്. അപ്പോൾ നന്നായിട്ട് വഴന്ന് വരുമ്പം അതിൻ്റെ കളർ നന്നായിട്ടൊന്ന് മാറണം കേട്ടോ. നന്നായിട്ടൊന്ന് മൂത്തോട്ടെ, ഇല്ലെങ്കിൽ കറി പെട്ടെന്ന് ചീത്തയാവാനായിട്ട് സാധ്യത. അപ്പോൾ ഞാനിതിപ്പോൾ 2 ദിവസത്തേനുള്ള കറി കേട്ടോ വയ്ക്കണത്. ചില ദിവസങ്ങൾ ഞാൻ അങ്ങനെയാണ് 2 ദിവസത്തേനുള്ള കറി ആക്കി വയ്ക്കും. ആ പത്തിന് മാവ് എന്തായാലും ബാക്കി കുറച്ച് നാളത്തേക്കിനൂടെ ഉണ്ടാവും, അല്ലെ വൈകിട്ടത്തേക്കിനുണ്ടാവും. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറ് കഴിക്കുന്നതിനോട് അമ്മൂസിന് വലിയ താല്പര്യമില്ല. അപ്പോൾ കാലത്ത് ഉണ്ടാക്കി തന്നെ വൈകിട്ട് കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ അരച്ച് വയ്ക്കുന്ന അപ്പായാലും ദോശയായാലും കുറച്ച് മാവ് കൂടുതൽ അരയ്ക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വൈകിട്ടത്തേക്കിനും കൂടി എടുക്കാമല്ലോ. അതിനുശേഷം ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു. ആ മൂപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് മസാല അങ്ങ് കരിഞ്ഞു പോകും. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് അതിനകത്തേക്ക് ഒഴിച്ച് നല്ലതായിരുന്നു തിള വരും. അല്ലേ, ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങി. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഉപ്പ് നോക്കി കേട്ടോ. ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്ന പോലെ തോന്നിയുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായി കേട്ടോ. അതിനുശേഷം അല്ലൂസിനെ വിളിക്കാൻ പോകട്ടെ. അല്ലൂസ് അപ്പോഴത്തേന് അപ്പായി പുറത്തേക്ക് പോയി. അപ്പായി പുറത്തേക്ക് പോയ സമയത്ത് കതക് തുറന്നപ്പം അവനും ചാടി വെളിയിൽ ഇറങ്ങി കേട്ടോ. കണ്ടില്ലേ, നമ്മളിങ്ങനെ നെറ്റ് കെട്ടി വെച്ചേക്കാം കേട്ടോ. അവിടെ അങ്ങനെ അഴികളുണ്ട് അവിടെ. അപ്പോൾ അതിനുള്ളിലൂടെ അവർ ഈസി ആയിട്ട് അവൻ്റെ തല ഉള്ളിലൂടെ കടത്താം. അപ്പം നമ്മൾ വന്ന സമയം തന്നെ അവിടെ ഫുള്ള് അന്നമ്മളുണ്ടായിരുന്ന സമയത്ത് തന്നെ, ചെറുതായിരുന്ന സമയത്ത് തന്നെ നമ്മൾ എല്ലാവിടെ അഴികൾ നെറ്റ് അടിച്ചിട്ടോ. അപ്പം ഞാൻ ഭിത്തി കാണിക്കുന്നതാണ് നിങ്ങളെ. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയൊക്കെയാണോ മക്കൾ? ഇവിടെ 2 പേരും അന്നമ്മോളും അമ്മൂസും കൂടി ചെയ്ത പണിയാട്ടോ. ബ്രഷ് ചെയ്യണ്ടേ? ബ്രഷ് ചെയ്യണ്ടേ അല്ലൂസിന്? ബ്രഷ് ചെയ്യണ്ടേ? അല്ലൂസിന് പല്ല് എവിടെയാ? പല്ല് കാണിച്ച് ഈ കച്ചി ഇവിടെ നോക്കി. ഇവിടെ പല്ല് കാച്ച്. പല്ല് തേച്ചല്ലേ? അങ്ങനെ തേച്ചിനോ? പല്ല് തേക്കാം. ഗുഡ് ബോയ് അല്ലേ? അല്ലൂസ് ഗുഡ് ബോയ് അല്ലേ? അപ്പോൾ ഞങ്ങളിതേ പല്ല് തേക്കാൻ പോകാം കേട്ടോ. മാമാർത്തിൻ്റെ പേസ്റ്റാണ് ഇവർക്ക് ഞാൻ യൂസ് ചെയ്യുന്നത്. അന്നമുള്ളിൽ ചെറുതായിരുന്നപ്പോൾ തൊട്ടേ ഞാൻ ഈ പേസ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അല്ലൂസിൻ്റെ പുളി ആദ്യം വായിലിട്ട് വയ്ക്കുമ്പോഴത്തേന് ഭയങ്കര പുളിപ്പല്ല, ഒരു ചെറിയ പുളിപ്പുണ്ട്. അവൻ ഇങ്ങനെ കാട്ടുന്നതാണ് കാണുന്നത്. കുറച്ച് വെള്ളമൊക്കെ തുറന്ന് വെള്ളത്തിലൊക്കെ കളി വേണം കേട്ടോ ആശാന്. പല്ല് തേക്കുന്ന നേരത്ത് അവനും കുഴപ്പമില്ലാണ്ട് ഇരിക്കും. പിന്നെ ഞാൻ അവന് യൂസ് ചെയ്യുന്ന ബ്രഷ് ലവ്ലാപ്പിൻ്റെ ബ്രഷാട്ടോ. നല്ല ബ്രഷാണ്. അതൊരു സെറ്റായിട്ട് ഞാൻ വാങ്ങിയത്, ഒരു സെറ്റാട്ടോ അത്. അതിനകത്ത് 2 ബ്രഷും ഒരു ടങ് ക്ലീനറും ഉണ്ട്.
അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ പല്ലൊക്കെ തേച്ച് നല്ല ഗുഡ് ബോയ് ആട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഗുഡ് ബോയ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും അവൻ ചിരിക്കാൻ തുടങ്ങും ഗുഡ് ബോയ് എന്ന് പറയുമ്പോഴത്തേക്കിന്. അപ്പോൾ ഞങ്ങളിതാ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ അവന് കൊടുത്തു കേട്ടോ. ഒരപ്പവും കുറച്ച് ഗ്രീൻ പീസ് കറി. അവന് ഗ്രീൻ പീസ് കറി ഭയങ്കര ഇഷ്ടമാണ്. ഗ്രീൻ പീസ്, കടല, പയർ അതൊക്കെ അവന് നല്ല ഇഷ്ടമാണ്. പിന്നെ വായി വെച്ച് കൊടുക്കുന്നവനിപ്പോൾ ഇഷ്ടമല്ല. അവനൊക്കെ തന്നെ കഴിക്കണം. ചോറ് മാത്രമാണ് ഞാനിപ്പോൾ, എന്നാലും ഞാൻ ചോറ് ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ച് കൊടുക്കും കേട്ടോ. അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ടി വിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. കാർട്ടൂൺ അങ്ങനെയൊന്നും കാണില്ല. അവന് പാട്ടാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മുടെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്